ചേട്ടാ നമസ്കാരം. എന്താണ് നിങ്ങളുടെ വിഷയം? ലോറി പറഞ്ഞോ. അതായത് നമുക്ക് ഇത് കണ്ടെയ്നർ ലോഡാണ്. കണ്ടെയ്നർ റോഡ് സ്റ്റാർട്ടിംഗ് ആണ്. കണ്ടെയ്നർ റോഡ് എന്ന് പറഞ്ഞാലും ഇത് നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടാണ് 1966 ആയിട്ട് പരിവർത്തനം ചെയ്തേക്കുന്ന റോഡാണ്. ശരിക്കും അങ്ങനെയല്ല ചട്ടം. ശരിക്കും DP വേൾഡിന് വേണ്ടിയിട്ട് DP വേൾഡിന് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു റോഡാണ്. അതായത് മറ്റ് വാഹനങ്ങളൊന്നുമില്ലാതെ സുഗമമായിട്ട് ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു റോഡ്. പിന്നീട് അത് രൂപാന്തരപ്പെട്ട് അത് NHന്റെ ഭാഗമാക്കി. ഇതും കഴിഞ്ഞപ്പോൾ ഇപ്പം അതിനകത്ത് ടോളും വന്നു, ഒക്കെ വന്നു. ഇതാണ് ഇതിൻ്റെ വാസ്തവം. ഞങ്ങൾക്ക് സംബന്ധിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭാഗത്ത് ഇതിലേ പോകുമ്പോൾ ഇത് NHന്റെ ഭാഗമായിട്ട് മാറ്റിയല്ലോ. അതെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ലോങ് ആയിട്ട് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം, അതുപോലെ ടോയ്ലറ്റിനുള്ള ഒരു ഫെസിലിറ്റി, ഇതെല്ലാം നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. ടോൾ അടയ്ക്കുന്നുണ്ട്. നമുക്ക് 2 ബാത്റൂമുകളുണ്ട് ടോൾ ബൂത്തിൽ, പോലീസ് സ്റ്റേഷന്റെ തൊട്ടിപ്പുറത്തും ഒന്ന് അപ്പുറത്തുമായിട്ട്. ടോൾ ബൂത്തിന് അപ്പുറത്തായിട്ട് 2 പാർക്കിംഗ് ബാത്റൂംസ് ഉണ്ട്. പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതെന്താ? അത് വർക്കിംഗ് അല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അത്യാവശ്യം ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തി അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ പോലീസുകാർ വന്നിട്ട്, മുളകുപാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അവർ വന്നിട്ട് വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് പെനാൽറ്റി ഓൺലൈനായിട്ട് അടച്ചുവിടും. അത് പൊതുഖജനാവിൽ കാശില്ലാത്തതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ റോഡിൽ പോലീസുകാർക്ക് റൈറ്റ് സൈഡിലെ ട്രാക്ക് എന്തിനാണെന്ന് പോലും ഒരു ബോധമില്ലാത്ത രീതിയിലാണ് അവരുടെ പെരുമാറ്റം. അതായത് ശരിക്കും പറയുന്നത് റൈറ്റ് സൈഡിലെ ട്രാക്ക് ഓവർടേക്കിംഗ് ട്രാക്കാണ്. ഈ ഇടതുവശത്തെ ട്രാക്കിൽ ഒരു സാവധാനം പോകുന്ന ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലേക്ക് അങ്ങനെ തന്നെയാണല്ലോ ചട്ടം. നമ്മൾ അങ്ങോട്ട് കയറുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് കയറുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ മറവിൽ നിന്നിട്ട് കള്ളന്മാരെ പോലെ ഒളിച്ച് നിന്ന് ഫോട്ടോ എടുത്ത് അതിന് പെനാൽറ്റി ഈടാക്കുന്നു. പിന്നെ ഇതേ റോഡിൽ തന്നെ ഏതെങ്കിലും സമ്മേളനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഫറൻസുകളോ നടക്കുന്ന സമയത്ത് പോലീസുകാർ സെക്യൂരിറ്റി പണിയാണ് ചെയ്യുന്നത്. അതായത് വില കൂടിയ കാറുകൾ വരുന്ന റോഡ് മൊത്തം റോഡ് സൈഡിൽ നിർത്തിയിരുന്നു. അവർക്ക് ഒരു സെക്യൂരിറ്റി പണിയായിട്ട് അവിടെ നിൽക്കുന്നു. നമ്മളെ കണ്ടെയ്നർ ഡ്രൈവർമാരോ അല്ലെങ്കിൽ ലോറി ഡ്രൈവർമാരോ ചിലപ്പോൾ അവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് നിർത്തിയിട്ട് ആ പാർക്കിങ്ങിലും ബില്ല് കൊണ്ട് വെച്ചിട്ടുണ്ടാകും ഏജൻസി. നമ്മൾ ആ ബില്ല് എടുക്കാൻ പോയിട്ട് വരാനുള്ളൊരു സാഹചര്യം പോലും സാവധാനം പോലും നമുക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് നിർത്തി ഹസാർഡ് ലൈറ്റ് ഇട്ട് നമ്മൾ വണ്ടി നിർത്തി ജസ്റ്റ് പോയി ബില്ലെടുത്ത് വരുമ്പോഴത്തേക്കും മൊബൈലിലേക്ക്, ഓണറുടെ മൊബൈലിലേക്ക് മെസ്സേജ് ചെന്നിട്ടുണ്ടാവും. 500, 1000, 1500, 2000 ഒക്കെ ആയിട്ട് പല രീതിയിലാണ് വരുന്നത്. അതാണ് ഇവിടുത്തെ പോലീസിൻ്റെ ഒരു സംവിധാനം ഇവിടെ നിലനിന്ന് പോകുന്നത്. സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ഖജാനാവിൽ കാശില്ലാത്തതുകൊണ്ട് ഇവർക്ക് പെറ്റി അടക്കുന്നത്. എന്തുകൊണ്ട് ഈ ഡ്രൈവർമാരെ ഒരുതരം പൗരന്മാരും മറ്റുള്ളവരെ മറ്റൊരു തരം പൗരന്മാരായിട്ട് കാണുന്നു? അത് ഞങ്ങളുടെ ന്യായമായ ഒരു സംശയമാണ്. അല്ലാതെ നിങ്ങളുടെ മാത്രമല്ല, ഇപ്പം എൻ്റെ സംശയമാണ്. കാരണം ഇപ്പം ഞാൻ ബസ്സും ലോറിയൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, അറിയാലോ. അപ്പം ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ബഹളം ഉണ്ടാക്കണം. ഞാൻ പാലിയേക്കര ടോളടക്കം ഞാൻ ഒരിടത്തും ഞാൻ ടോൾ അടയ്ക്കില്ല എന്നുള്ളത് എൻ്റെ വാശിയുടെ ഭാഗവും. ഈ ടോൾ അടയ്ക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പം ഇതേ കിടക്കണ ബസ്, പോലീസ് വണ്ടി, ആ പോലീസ് വണ്ടിക്ക് അത്രയും വലിയ ലൈറ്റ്, നിങ്ങളിരിക്കുന്നത് ഒരു 6 അടി മുകളിലാണ് നിങ്ങളെ ഹൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു 8 അടി. നിങ്ങളുടെ തല വന്നത് 8 അടി ഹൈറ്റിൽ നിന്ന് നോക്കണത് നിങ്ങൾക്ക് മുഴുവൻ കാണാൻ പറ്റും. എന്നെ സംബന്ധിച്ച് എനിക്ക് കാണാൻ പറ്റും. ഒരു കാർ എന്നെ കൂട്ടണ്ട, ഒരു കാറിൽ പോകുന്ന ഒരാൾക്ക് കാണാൻ പറ്റൂല. ഒരാൾ ഈ ഇരുട്ടത്ത് റോഡ് ക്രോസ് ചെയ്താൽ കാണാൻ പറ്റുമോ? ഇല്ല. ഇടി ഉറപ്പാണ്. മിനിമം 2 ലൈനിലാണെങ്കിൽ 4 ലൈനിലാണെങ്കിൽ പറയുന്ന വേഗത എത്രയാണ്? 90 കിലോമീറ്റർ. അത് 3 വരെയാണെങ്കിൽ 100ആയി. ഈ 90 കിലോമീറ്റർ വേഗതയിൽ ഞാൻ വേറെ ആരും ചാടും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട. ചാടാൻ പാടില്ല. ചാടൂലേ? ചാടി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇടിയോ കാണാൻ പറ്റുമോ? ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ശരിക്കും ഈ റോഡിൽ ട്രക്ക് ലേ ബൈ എന്ന് പറയുന്ന ഒരു സാധനം വേണം, മാൻഡേറ്ററിയാണ്. ഇതെവിടെയാണ്? ഇവിടെ ഇല്ല, സംവിധാനം ഇല്ല. ഇവിടെ നിന്നല്ല, കേരളത്തിലെ ഏത് റോഡിലുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഇല്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം
നമുക്ക് കിട്ടേണ്ട സേവനങ്ങളൊന്നുമില്ല. ടോള് നമ്മൾ അടയ്ക്കുകയും വേണം. ടോൾ അടച്ചില്ലെങ്കിലോ പോലീസുകാരെല്ലാവരും കൂടി വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ടോൾ അടച്ചിട്ട് നീ പോയാൽ മതി എന്നുള്ളൊരു ലൈനിലാണ് പോലീസ്. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഇത് ബാത്റൂമില്ല, ട്രക്ക് ലേ ബൈ ഇല്ല, പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോകുന്നതിനുള്ള ഒരു കിലോമീറ്റർ സൂചന ഒന്നുമില്ല. അത് തന്നെയല്ല ഈ നമുക്ക് വണ്ടിക്ക് ഈ കണ്ടെയ്നർ വണ്ടി മാത്രം പ്രത്യേകതയാണ്. അവർക്ക് വെള്ളപിടുത്തവും കഞ്ചാവും അങ്ങനെയുള്ള സർവ്വ സാമാനം നടക്കുന്നുണ്ട്. ഈ കൊളകാർ പോലീസുകാരെ മാലിന്യം വരെ ഈ റോഡിൽ തള്ളുന്നുണ്ട്, അവിടെ കൊണ്ട് കഴിച്ചു കളയുന്നുണ്ട്. എന്റെ വീഡിയോ ഇരിപ്പുണ്ട്. മൂലപ്പള്ളി മൂലം അങ്ങോട്ടുള്ള, ഞാൻ മൂലപ്പള്ളി അവിടെ മൂലം അങ്ങോട്ട് അടിക്കുക. ഞാൻ രാത്രി കാണുന്ന ഒക്കെ വീഡിയോ പിടിച്ച് വെക്കാറുണ്ട്. ഞാൻ ഡേറ്റും സമയം ഇത് നോ പാർക്കിംഗ് വരെ വെച്ചേക്കും. ഇവിടെ ഈ കാർ ഗാഡി കൊണ്ടുവന്നിട്ട് ഇവിടെ രാത്രി ഈ FSCT അവിടെ 2 ലെയറായിട്ട് വണ്ടി റോഡിലിടും. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, സാറേ അതായത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ FSCT സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 ലൈനായിട്ട് വണ്ടി വരാൻ പറ്റില്ല, റൈറ്റ് സൈഡിലോട്ട് മാറണം. കാരണം ആ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്ന റോഡിലാണ്. ഇവരെ വിളിച്ച് പറഞ്ഞിട്ട് ആ വണ്ടി അവർ മാറ്റിച്ചിട്ടേ ഇല്ല. ഏതൊരു പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ വന്ന് നോക്കാന്ന് പറഞ്ഞു, മാറ്റിച്ചിട്ടില്ല. ഞാൻ ഈ ഷിഫ്റ്റിംഗ് എടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇച്ചിരി തിടുക്കം വെച്ചൊക്കെയാണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നിന്ന് ചവിട്ടിയാലേ ഈ വരുന്നവരാരും നമുക്കോട്ട് നിർത്തിയും തരില്ല. നമ്മൾ അവിടുന്ന് ഒരു ട്രാക്ക് മാറാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല. ഈ ടോളിന്റെ അവിടെയാന്ന് പറഞ്ഞാലും അവിടെ വെള്ളക്കാന്താരി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ നോ പാർക്കിങ്ങിന്റെ ബോർഡും വെച്ചിട്ടുണ്ട്. അവിടെ കാറുകളും ബസ്സുകളും ബസ് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വന്നിട്ട് നിരത്തിയിട്ടിട്ട് അത് ലെഫ്റ്റ് സൈഡിലും ആ നടുക്കും റൈറ്റ് സൈഡിലും ഇടാം. അവിടുന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോകും. നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഫൈനാണ്. ആ അവിടെ ഈ കാരണം അവിടെ മറ്റേ ഈ സീ ഫുഡ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇച്ചിരി കോസ്റ്റ്ലി ആണ് അത്. ഇത് ഫുഡ് കറികളൊക്കെ എല്ലാ ഐറ്റവും കിട്ടുന്നുണ്ട്. അവിടെ നമ്മുടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഫൈനാണ്. ബാക്കി ആരിടാം. ടോളിലും അതുപോലെ രാത്രി 11:30 12 മണിയാകുമ്പോൾ അവിടെ കിടക്കുന്ന വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വണ്ടിയുടെ ടോർച്ച് അടിക്കുക. നമ്പർ പ്ലേറ്റിൽ ടോർച്ച് അടിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. 11:30 ഒരു ശല്യമില്ലാതെ ആ ഓടി വരുന്ന ഡ്രൈവർ ഒന്ന് കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് വന്നിട്ട് ഇതെടുത്തിട്ടാണ് ഫൈൻ വരുന്നത്. ഇവര് ഫോട്ടോ എടുക്കുമ്പോൾ ഇച്ചിരി ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ നമ്പർ പ്ലേറ്റ് പറഞ്ഞിട്ട് എവിടെ കിടക്കുന്ന സ്ഥലം ലൊക്കേഷൻ കാണരുത്. നോ പാർക്കിംഗ് എന്ന് പറയുന്നതേ ഉള്ളൂ. ഇത് എവിടെയാണെന്നുള്ള അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ നമ്പറാണ് നോട്ട് ചെയ്യാൻ ഞാൻ നമ്പർ മാത്രം അടുത്ത് കൊണ്ടുവച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് നമ്മൾ ഇത് എവിടെയാണെന്ന് ഇപ്പം ഞാനിപ്പോൾ ഈ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ലോങ് ആയിട്ട് എടുത്താൽ സൈഡ് കാണാമല്ലോ, അത് ഏത് ഭാഗത്താണ് വണ്ടിയിൽ. ഇതൊന്നും കാണരുത്. ഒരു വണ്ടി മോട്ടോർ വെഹിക്കിളിൻ്റെ സൈറ്റിൽ ചെല്ലുമ്പോൾ ഇത് എവിടെയാണെന്നുള്ളത് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവർ ആ ഒരു നമ്പർ പ്ലേറ്റ് മാത്രം സൂം ചെയ്ത് എടുത്തിട്ട് ഫൈൻ അടിച്ച് വരും. ഇപ്പോൾ അതിനകത്തേക്ക് 1:30 ടോർച്ച് അടിച്ചിട്ട് അടിക്കുന്ന എന്തിൻ്റെ സോക്കേടാന്ന് ആലോചിച്ച് നോക്കി. അല്ല ശരിക്കും നിങ്ങൾക്ക് ടോൾ അടയ്ക്കുമ്പോൾ ടോൾ കമ്പനിയാണല്ലോ ശരിക്കും നിങ്ങൾക്ക് ഹൈവേക്കാർ പറയുന്നുണ്ട്, നിങ്ങളോട് ഈ മൂലമ്പള്ളിലൊക്കെ ഞങ്ങളോട് വണ്ടി ഇടാൻ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അവർ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഈ പറഞ്ഞ പോലെ മൂലമ്പള്ളി വണ്ടി ഒതുക്കി ഞാനാണ്ട് അപ്പുറത്തെ പള്ളിയോടെ വരുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ മുതലാളി വാട്സപ്പിൽ ഇട്ട് തരും ചെല്ലാൻ്റെ ഒരു 1000 രൂപ. 1000 രൂപ ഇന്നത്തെ ശമ്പളത്തിൽ നിന്ന് അത് കുറച്ചിട്ടുണ്ട്, കൊട്ടിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് വരും. നമ്മൾ ചേട്ടാ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. ശമ്പളം കിട്ടുമ്പോൾ അതിനകത്ത് ഒരു 1000 രൂപ അങ്ങോട്ട് കുറയും. ടോള് എടുക്കാൻ നമ്മൾ ഫാസ്ട്രാക്ക് ചാർജ് ചെയ്ത് ഇപ്പൊ അവിടെ അതായില്ലെങ്കിൽ നമ്മൾ മാറ്റിയിടുന്ന ഒരു പ്രവണത ഉണ്ട് ഇവിടെ. അപ്പുറത്തേക്ക് എടുത്ത് വിടില്ലല്ലോ. ഇല്ല, ഈ വണ്ടി ഇപ്പുറത്തേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് മുളകാട് പോലീസ് സ്റ്റേഷനിൽ സാർമാർ വന്നാൽ അപ്പം തന്നെ ഫൈനാണ്. അവിടെ ടോളുകാരാണ് വണ്ടി മാറ്റിയിട്ടാണ്. ഇത് പറയാനോ അത് നമുക്കത് സംസാരിക്കാനുള്ള ഒരു വേദിയൊന്നും അവർ തരുന്നില്ല. സിനിമയിലൊക്കെ കൊട്ടേഷൻ എടുക്കും. അത് തന്നെ കൊട്ടേഷൻ എടുത്തിട്ട് അതിന് എന്ത് വില കൊടുത്തു, അതിന്റെ പുറകെ എന്ത് അങ്ങനെയാണ്, ആ രീതിയിലാണ് നമ്മളുള്ള സമീപനം. ബുദ്ധി വെച്ച് പെരുമാറുന്നത്. പിന്നെ മെയിനായിട്ട് ഇപ്പൊ അവിടെ നടന്നു വന്ന പ്രവണത എന്ന് വെച്ചാൽ അവിടെ ബില്ലെല്ലാം കൊണ്ടുവന്ന് ആ നാച്ചുകോ പാർക്കിലാണ് വയ്ക്കുന്നത്. ആ പാർക്കിൽ എല്ലാം കൂടി വയ്ക്കുകയാണ്. ഈ വെക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ എല്ലാ വണ്ടികളും 9 മണി 9:30 മണിയൊക്കെ ഔട്ടാവണം. അങ്ങനെയാണ് ബില്ലെടുക്കുന്നത്. ഈ ബില്ലെടുക്കാൻ വേണ്ടി 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റാണ് അവിടെ നിർത്തുന്നുള്ളൂ. വണ്ടി നിർത്തുക, ബില്ലെടുത്ത് നോക്കി നിൽക്കുക, പോരുക. ആ സമയം കൊണ്ട് അവരിപ്പോൾ രാത്രി 10:30 കഴിഞ്ഞിട്ട് 9 മണി കഴിഞ്ഞാൽ എവിടെയും വണ്ടി നിർത്തുക. ഏത് ടൗണിൽ കൂടെ ഏത് ഹൈവേയിൽ എവിടെയും വെള്ളം നമുക്ക് കയറാം. ഇവിടെ മാത്രം നമുക്കൊരു സ്ഥലത്ത് വണ്ടി നിർത്താൻ പാടില്ല. കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമല്ല. മീൻ വണ്ടിയോ
അല്ലെങ്കിൽ അതർ സൈഡിലെ വണ്ടി വന്ന് നിർത്തുക എന്ന് ഏതായാലും പ്രശ്നങ്ങൾ. അല്ല അതെ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നീ വളയുമ്പോ നോക്കിയേ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഒരുപാട് പോലീസുകാരെ വിളിച്ച് കാണിച്ചു കൊടുത്ത് അതൊന്നും അവർക്ക് നടപടിയില്ല. വേണ്ട, നമ്മളിപ്പോ ഒരു കണ്ടെയ്നർ അവിടെ നിന്ന് കയറ്റി തന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിർത്തുവാന്ന് വെച്ചാൽ രാത്രി അവിടുത്തെ ആ സെക്യൂരിറ്റി വരും ഈ ഡക്കാത്തിന്റെ. അവന്മാര് വരെ വന്നിട്ട് ഇവന്മാർക്ക് എന്താന്ന് അറിയത്തില്ല, പ്രാന്താണ്. നമ്മൾ മാറ്റിയില്ല ഇപ്പൊ മറ്റോ മറിച്ച് ഇതൊക്കെ അവരുടെ ആരുടെ കുടുംബസ്വത്തിന് കൊണ്ട് വെച്ചേക്കണ മാതിരിയാണ്. ഇതിന്റെ അങ്ങോട്ട് ഇവിടെ ഹിന്ദിക്കാർ കൊണ്ട് കണ്ടിട്ട് ഒരു പ്രശ്നമില്ല. നമുക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പോണെങ്കിൽ ഏത് അതായത് ഈ നിശ്ചിത ഇടവിട്ടിട്ട് കുടിവെള്ളം, ബാത്റൂം ഇതൊക്കെ മാൻഡേറ്ററി ആണ്. കുടിവെള്ളം വേണ്ട, 6 കിലോമീറ്ററിനുള്ളിൽ ഇത്ര 2 സൈഡിലും ട്രക്ക് ലേബൈ വേണമെന്നുണ്ട്. അത് വേണം. ഈ പറയുന്ന സംഭവം ഹൈവേ ഇപ്പം ഇല്ലാഞ്ഞിട്ട്, പക്ഷെ അത് നമ്മുടെ മെയിൻ റോഡിന് ഇവിടുത്തെ റോഡിന്റെ പ്രത്യേകത വെച്ചിട്ട് സെപ്പറേറ്റ് സർവീസ് റോഡിലോട്ട് ഇറക്കി ചെയ്തിട്ടില്ല. വേണ്ട ഇനി ഇത് പോട്ടെ, ഈ റോഡിൽ ചെയ്യണ്ട. തൊട്ടപ്പുറത്ത് കിടക്കണ NH47 പറഞ്ഞോ, NH47 ഇവിടം തൊട്ട് എടപ്പള്ളി മുതൽ അങ്ങ് മണ്ണൂത്തി വരെ ആണ് NH47 പാലിയക്കര ടോളിന്റെ കീഴിൽ വരുന്നത്. അവിടെ എവിടെ ട്രക്ക് ലേബൈ? അവിടെ ഇല്ല, സർവീസ് റോഡ് മാത്രമേ ഉള്ളൂ. അതും സർവീസ് റോഡും പ്രോപ്പർ അല്ല. ആ സർവീസ് റോഡ് നമ്മളിട്ട വേറെ വണ്ടിക്കല്ലേ കടന്നു പോകാൻ പറ്റൂല. പിന്നീട് എവിടെ കൊണ്ടുവരണേ? അല്ല, ഈ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നിങ്ങളോട്. കഴിഞ്ഞ ദിവസം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഒക്കെ പറഞ്ഞല്ലോ, ഈ നമ്മളെല്ലാവരും വണ്ടി ഓടിക്കണം, MVD ഉദ്യോഗസ്ഥന് ലൈസൻസ് ഉണ്ട്. ഈ ഏതെങ്കിലും രാജ്യത്ത്, ഇപ്പം നിങ്ങളെല്ലാവരും പുറത്തു പോയിട്ടുണ്ട്, ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ സർവീസ് റോഡ് 2 വരിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ലോകത്ത് നമ്മൾ പല രാജ്യങ്ങളിലും വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു പ്രധാന പാതയുടെ സർവീസ് വരി 2 വരി പാതയാണെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവണം എവിടെയാണ്? സർവീസ് റോഡിലാണ്. ഇടിയെന്ന് പറഞ്ഞാൽ ഇരുചക്ര വാഹനങ്ങൾ തമ്മിലാണ് ഇടി. ഇപ്പോൾ ബസ്സും കൂടി കൂട്ടിയിടിച്ചാൽ കണ്ണാടിയേ പോവുള്ളൂ. ഇനി അതിലും കുറച്ചും കൂടി സ്പീഡിൽ കൂട്ടിയിടിച്ചാലും 2 ഡ്രൈവർക്കും മാത്രമേ പരിക്ക് പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറ്റാനില്ല. അതിനകത്ത് ഇടിഞ്ഞ് നിന്ന് യാത്ര ചെയ്യണ കുറച്ച് യാത്രക്കാരൊന്നും മറിഞ്ഞു വീണ് അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടി പരിക്ക് പറ്റും. ഇതല്ലാതെ വേറൊന്നും പറ്റാനില്ല. പക്ഷേ ഇരുചക്ര വാഹന യാത്രക്കാർ മെറുമോ തട്ടിയാൽ മതി, അവനപ്പുറത്ത് മറിഞ്ഞു വീട് താഴെ പോവുകയും ചെയ്യും. ഇത് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ 1-2 കാര്യങ്ങൾ ഇതേ ഉള്ളൂ. അതായത് സിറ്റി സർവീസ് ഓടുന്ന ബസ്സിന് എന്തിനാ ഇത്രയും ഹൈറ്റ്? ബോഡിക്ക് എന്തിനാ ഇത്രയും ഹൈറ്റ്? ആളെ തട്ടാനാ? ഇപ്പം GCC രാജ്യങ്ങളിൽ പുതിയ നിയമം വന്നു. അതായത് ഈ ഹൈറ്റിന് മേളിൽ ബോഡിക്ക് അതിന് ഇത്രയും ഇതിന് മേളിലേക്ക് ഹൈറ്റ് വരാൻ പാടില്ല. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫിറ്റ്നസ് എന്താക്കും? ഫിറ്റ്നസ് കൊടുക്കത്തുമില്ല. എന്താ ഇവിടെ നോക്കിയത്? ആ വണ്ടിയുടെ ഹൈറ്റ് നോക്കി. അപ്പം ഇത്രയും ഹൈറ്റിലേക്ക് നമ്മളൊന്ന് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ തീർന്നില്ലേ? അതാണ് പ്രശ്നം. അപ്പം എന്ത് ചെയ്യും? സർവീസ് റോഡിലെന്നല്ല, ഈ 4 വരി പാതയിൽ പോലും, ദേശീയ ഹൈവേ പോലും പ്രോപ്പറായിട്ടൊരു സർവീസ് റോഡില്ല. ഇരുചക്ര വാഹനങ്ങൾ കയറാൻ പാടില്ല, മുഖ്യചക്ര വാഹനങ്ങൾ കയറാൻ പാടില്ല. ഇത് കംപ്ലീറ്റ് ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ പേടിച്ച് കുറച്ച് നമ്മൾ ഓടിക്കണം. ഇനി അതും പോട്ടെ, സർവീസ് റോഡ്, കേരളത്തിലെ സർവീസ് റോഡ് എങ്ങനെയാ? അതായത് ലെഫ്റ്റ് സൈഡിൽ 2.5 അടി വീതിയിൽ കാനയുടെ മുകളിലാണ് സ്ലാബ്. ഈ സ്ലാബും കൂടി ഉൾപ്പെടെയാണ് സർവീസ് റോഡ് വെച്ചേക്കുന്നത്. ഈ നമ്മൾ ഇപ്പോൾ പുതിയ NH നമ്മുടെ ഇവിടെ തുടങ്ങി മംഗലാപുരം പോകുന്ന ഹൈവേ, നമ്മളിവിടെ ഒന്ന് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ലാബ് പൊട്ടി താഴത്തോട്ട് പോകും. നമ്മൾ വണ്ടി പിന്നെ ഇറക്കാനായിട്ട് JCB വിളിക്കണോ, അല്ലെങ്കിൽ മറ്റേ കോഴിക്കോട് നിന്ന് ഗലാസികളെ വിളിക്കണോ? ഭയങ്കര വല്ലാപ്പ്. ഇതാണ് ഇവിടെ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദീർഘവീക്ഷണമില്ല. ഒരു നേരത്തെയൊക്കെ ഇപ്പോഴും പുതിയ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടില്ല. പഴയ നിയമം വെച്ചിട്ടാണ് ഇവർ മോഡിഫൈ ചെയ്യണത്. ഇവർക്ക് ബാധകമല്ലോ. പ്രത്യേകിച്ച് മുളവാട് പോലീസ് സ്റ്റേഷനിലും കണ്ടെയ്നർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുക. അത് തന്നെ ഒരു കാര്യം. നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡിൽ പോകുന്ന വണ്ടി, നമുക്കൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യണം. അതെ, പാലത്തിന്റെ മേളിൽ ബസ് നിർത്തി നോക്കി. ഇപ്പൊ നമ്മൾ ലെഫ്റ്റിൽ കൂടെ പോകുന്നു, ഈ റൈറ്റ് സൈഡിലോട്ട് കയറി നമ്മൾ റൈറ്റ്. ഇപ്പോഴത്തെ പുത്തൻ വണ്ടി മിക്ക വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റർ റൈറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കയറി വണ്ടി ഒന്ന് നിവർക്കുമ്പോഴേ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക് ആയിട്ട്. ആ സമയത്ത് ഇവര് ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ എടുത്തിട്ട് പറയും ഇവിടെ വെച്ച് നമ്മുടെ അവിടെ ഒളിച്ചിരിക്കും. ഈ പാലത്തിൽ ഒളിച്ചിരുന്നിട്ട് പ്രാവശ്യം എന്റെ
അപ്പൊ ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ റൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് കയറും. കയറി കഴിഞ്ഞ് വണ്ടി സ്റ്റിയറിംഗ് ലെവലായപ്പോൾ ഇൻഡിക്കേറ്റർ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് ഞാൻ ഈ വണ്ടി ഇവിടെ ഇറക്കിയിട്ടിട്ട് തിരിച്ച് എന്ന് ചോദിച്ചു. കാരണം എന്തിനാ ഞാൻ ഇങ്ങോട്ട് വല്ലാർപാടത്തേക്ക് പോകാൻ എന്തായാലും ഇങ്ങോട്ട് കയറണമല്ലോ. അത് നീ തിരിഞ്ഞപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇൻഡിക്കേറ്റർ ഇട്ടു, പക്ഷേ വണ്ടി തിരിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ കട്ടാവൂലേ, അതെനിക്കറിയാൻ പാടില്ല. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ ഞാൻ ഫൈൻ ഒഴിവാക്കി തരാം, ചാർജ് ചെയ്യില്ല. ഇൻഡിക്കേറ്റർ ഇല്ലെങ്കിൽ നീ റോങ്ങാ കയറിയേക്കണം, റൈറ്റ് സൈഡ് ലൈൻ ട്രാഫിക് തെറ്റിച്ച്. അതിന്റെ തലയ്ക്കകത്ത് എന്താ ആൾത്താമസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഊളകളാണ് ഈ റോഡിൽ ഇറങ്ങി നിൽക്കണേ. പണ്ടൊക്കെ നേരി നിറിയുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു സാധനമില്ല. ജനങ്ങളെ ചൂഷണം ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടി. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ ബോൾഗാട്ട് റൗണ്ട് ബോട്ടില് നമ്മളെ ഇങ്ങോട്ട് കയറുന്ന സ്ഥലത്ത് ഒരിക്കൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തതാണ്. അത് അവിടെ മീൻ കച്ചവടക്കാർ ഇരിക്കുന്നുണ്ട്. അതായത് 2 വണ്ടി വരുന്ന ലൈന് തിരിഞ്ഞിങ്ങോട്ട് 2 കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ അവിടെ ചവിട്ടി നിർത്തിക്കോളാം. ലെഫ്റ്റ് സൈഡിലുള്ള അതായത് മെറിഡിയന്റെ മുന്നിലുള്ള ഇതുണ്ട്, അവിടെ വണ്ടി ചവിട്ടി നിർത്തിയില്ലെങ്കിൽ മീൻകാരൻ മേലോട്ട് ആ ചട്ടിയും കാലമൊക്കെ കൂടി കച്ചവടം ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ആ മീൻകാര് നമ്മൾ ചവിട്ടി നിർത്തിക്കോളാം, അല്ലെങ്കിൽ അവർ ചാവും. എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ കൂടെ പോണ വണ്ടികൾ പോയി കഴിഞ്ഞാലാണ്. അല്ല, അതേപോലെ വേറൊരു കാര്യമില്ലേ, ഇപ്പൊ ഈ പാലത്ത് ഈ റോട്ടിൽ കൂടെ നമ്മളിവിടെ നിന്ന് ഏതാണ്ട് 10-15 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഈ റോട്ടിൽ കൂടെ പോണണ്ടിട്ടില്ല, ഇതിങ്ങനെ ചാടി 18 കിലോമീറ്റർ. ഞാനിപ്പോ എന്താ ചെയ്യണേന്ന് അറിയോ, നിങ്ങൾ ട്രെയിലറൊക്കെ പോകില്ലേ, അപ്പം ഞാനിങ്ങനെ നിങ്ങളങ്ങോട്ട് പൊക്കോട്ടെ, ഞാനിങ്ങനെ പുറകോട്ട് ബാക്കി നിർത്തും. കാരണം ഇതിന്റെ ലോക്കങ്ങനെ ഒരു പോയി കഴിഞ്ഞാൽ, കാരണം പോണ കാണുമ്പോൾ അറിയാം ഇങ്ങനെ ചാടും, ടങ് 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 എന്നും പറഞ്ഞു ഇല്ലേ. പക്ഷെ ചാടുമല്ലോ, പക്ഷെ വീഴില്ല, ഒരിക്കലും വീഴില്ല. വീഴാൻ ചാൻസ് കാലി വണ്ടി മാത്രമേ വീഴുള്ളൂ. അത് വീഴുകയാണെങ്കിൽ തന്നെ നേരെ ഒരിക്കലും വീഴില്ല. വട്ടം എങ്ങാനും വണ്ടി തിരിഞ്ഞ് ആക്സിഡന്റ് അവർക്ക് എവിടെ ഇടാമോ, നമ്മളിട്ടാലിന്റെ കുഴപ്പം ഇല്ല. അതർ സ്റ്റേറ്റ് വണ്ടികളൊക്കെ ഇവിടെ എവിടെ നിർത്താം. ഇതിപ്പോ നമുക്ക് കണ്ടെയ്നർ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് കണ്ടെയ്നർ വല്ലാർപാടമായ ഒരു മേഖലയിലും യാതൊരു കാര്യങ്ങളും ഇല്ല. അവിടെ വേറെ നിയമം, അവിടെ തിരുവില് വേറെ നിയമോ. ഇവിടെ ഞങ്ങൾ ഒന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ പാല് കൊണ്ടുപോയി അവിടെ അടിക്കും. അങ്ങനത്തെ ഇതിലാണ് ഇവിടെ വണ്ടി കൊടുക്കുന്നത്. ഈ വളവില് വണ്ടി കൊണ്ടുവന്നിട്ടേക്കും, വണ്ടി ഇവിടം വരെ കിടക്കും, ഇവിടം വരെ ഒന്ന് കിടക്കും. അപ്പൊ അതൊരു രാജ്യം, വല്ലാർപാടം വേറെ രാജ്യത്താണ്. അതാണ് നമ്മുടെ ഒന്നാമത്തത് ഈ വ്യവസായം ഇപ്പോൾ കൊണ്ടുപോകുന്ന ഉടമകളായാലും ഒക്കെ കൊണ്ടുപോകുന്ന വളരെ ബുദ്ധിമുട്ടാണ്. കാരണം റേറ്റിന്റെ പ്രശ്നങ്ങളുണ്ട്, വാടക വളരെ കുറവ്. എങ്കിലും ഈ പ്രസ്ഥാനം ഒരു തൊഴിലായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉടമകളായാലും ഇത് കൊണ്ട് മുന്നോട്ട് പോകണത്. സാധാരണക്കാരായി ഒരുപാട് ഡ്രൈവർമാർ വണ്ടിയെടുത്ത് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കിട്ടുന്ന തുകയിൽ അതിന്റെ മെയിൻ്റനൻസും മറ്റുള്ള കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ നിന്ന് വരുമാനമൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഒരു തൊഴിൽ പ്രസ്ഥാനം എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു മാസത്തിൽ 10-15 ഫൈൻ വന്നു കഴിയുമ്പോൾ അതൊരു 15,000-20,000 രൂപ ഫൈൻ വന്നു കഴിയുമ്പോൾ ഫൈനാൻസ് അടയ്ക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലൂടെ തെണ്ടി നടക്കുന്ന പല മുതലാളിമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം വേറെ ഒരു ബില്ലെടുക്കാൻ നിർത്തുമ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിന്റെ താമസത്തിൽ ഇത് എടുക്കുമ്പോൾ ആ സമയത്ത് 1000 വന്നേക്കാണ്. ആ വണ്ടി ഒരു ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. നമ്മളത് പോയാലും മുതലാളിക്ക് നഷ്ടം വരുന്നുണ്ടല്ലോ. ഒരുപാട് മുതലാളി വലിയ വലിയ കമ്പനിക്കാർ അത് ഡ്രൈവറിൽ നിന്ന് പിടിക്കും. സാധാരണക്കാരെ മുതലാളിമാർ എന്തെങ്കിലും അവിടെ ശ്രദ്ധിക്കുന്നു പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്നും പറഞ്ഞിട്ട് കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് തൊഴിലാളെ കിട്ടില്ല. ഏറ്റവും കൂടുതൽ ഈ ഒരു ദ്രോഹം നടക്കുന്നത് മുളകുകാട് സ്റ്റേഷന്റെ പരിധിയിൽ. മുളകുകാട് പോലീസ് സ്റ്റേഷൻ കാട്ടുന്ന അക്രമം ഒരു കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി നമ്മളൊന്ന് ഒതുക്കിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടല്ല അതിനൊക്കെ നമ്മളൊന്നും മൈൻഡ് ചെയ്യില്ല. ഞാൻ ആവശ്യമില്ല. നമ്മൾ അവിടെ ഒരു പണിക്ക് ഒരു കട ചെന്നാൽ പറഞ്ഞാൽ പോലും അമ്മമാര് ആരെയും ഇങ്ങനെ കഴിച്ചോ ഇല്ല കയറി കിടന്ന് ഉറങ്ങിക്കോ. ഇത് ഇവിടെ കിടന്ന് ഉറങ്ങുന്നവനെ വിളിക്കാൻ ഇപ്പൊ 1000 ഒരു കാര്യം പറയട്ടെ, പോലീസുകാരനോട് സാറേ എന്തിനാ ഇതെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേന് 1500 പിന്നെ എമൗണ്ട് കൂടുതലാണ്. പിന്നെ കുറയില്ല. നമ്മൾ അവരോട് തർക്കിക്കാനോ അല്ലെ ചോദ്യം ചെയ്യാനോ എന്ന് കഴിഞ്ഞാൽ പിന്നെ എമൗണ്ട് കൂടി ചാർജ് നമ്മുടെ തലയിൽ പെരടി കിട്ടുകയും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് വിട്ടുകളയണമെന്ന് അറിയുമ്പോൾ ഇനി ഇതിന്റെ പിറകെ നടക്കേണ്ട വരുമല്ലോ. കയറിയെന്ന് എന്നെ പാലക്കാട് വെച്ച് ഇതുപോലെ ഓവർടേക്കുന്ന സമയത്ത് എന്നെ തടഞ്ഞു നിർത്തി ഫൈൻ അടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അടക്കില്ല എന്ന് പറഞ്ഞു.
അടക്കില്ല. താൻ റൈറ്റ് സൈഡിലെ ട്രാക്ക് കയറി. ഞാൻ പറഞ്ഞു പോവാ, ഞാൻ കയറി. റൈറ്റ് സൈഡിലെ ട്രാക്കിൽ ലോറികൾക്ക് നിഷിദ്ധമൊന്നുമല്ലല്ലോ, ഓവർടേക്കിംഗ് ട്രാക്കല്ലേ. ഞാൻ ഓവർടേക്ക് ചെയ്ത് ലെഫ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ അതേപോലെ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയം പോയി. മുമ്പൊരു ട്രെയിലറാണ് എൻ്റെ മുന്നിൽ, അതും 40 ഫീറ്റ് അല്ല 20 ഫീറ്റാണ്. അപ്പം ഞാനാണെങ്കിൽ ഇവിടുന്ന് വിട്ട് പോകണേ, എനിക്ക് അവിടെ ചെല്ലേണ്ട ആവശ്യമുണ്ട്. ഈ ചില ഡ്രൈവർമാർ, എല്ലാവരെയും ഞാൻ കുറ്റം പറയണമില്ല, അപ്പോൾ ഈ വണ്ടി നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ വളവായിരിക്കും നമ്മുടെ മുമ്പിൽ. അപ്പം നമ്മൾ ഈ ഒന്നെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കണം, അല്ലെങ്കിൽ കൈയിട്ട് കാണിക്കട്ടെ. ഇത് ചിലർ കാണിക്കാറില്ലല്ലോ. ഇല്ല. അപ്പം നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്രതീക്ഷയില്ലാണ്ടായിരിക്കും നമ്മൾ പോകണം, അല്ലെങ്കിൽ നമ്മളൊരു അത്യാവശ്യത്തിനായിരിക്കും പോകണം. നമ്മൾ കയറി വരുമ്പോൾ മുന്നിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റൂല. അപ്പോൾ കൈയൊന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ആശാന്മാരില്ലാത്ത ഡ്രൈവർമാരുണ്ടല്ലോ. അതിനകത്തൊരു കാര്യം പറയട്ടെ, കുറെ വൻകിട കമ്പനിയുണ്ട്, കുത്തക കമ്പനി. ചേട്ടന്റെ കയ്യിൽ ഒരു ലൈസൻസ് ഉണ്ടോ? ഹെവി ലൈസൻസ് ഉണ്ടോ? എനിക്കൊരു ഡ്രൈവർ ജോലി വേണം, ഇതാ കേറിക്കോ. അങ്ങനെ കൊടുക്കുന്ന ഒരു ട്രെയിൻ, അതായത് A to Z ഡ്രൈവർ ലൈസൻസ് എടുത്ത് നേരെ വന്ന് അവര് പറഞ്ഞു വിടുന്നു, ഇവിടെ വന്ന് കയറുന്നു. അങ്ങനെയുള്ള ചില കമ്പനികളുണ്ട്. അതായത് ഒരു വർഷം, ഒരു 6 മാസമെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരുത്തനാണെങ്കിൽ അവൻ ഈ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. വല്ലാർപാടത്ത് പോർട്ടിൽ കയറുന്നതിന് ഒരു പോർട്ട് കാർഡ് അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സേഫ്റ്റി കാർഡ് അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എന്റെ പോർട്ട് കാർഡിന്റെ നമ്പർ 1447. ഈ കാർഡ് ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു 7000-ൽ നിന്ന് കാർഡാണ്. ഇന്ന് 11,000 കാർഡ് കഴിഞ്ഞു. ഈ 6 മാസം 11,000 വണ്ടികൾ അതിന്റെ ഉള്ളിൽ കയറി ഇറങ്ങിയാൽ 11,000 ഡ്രൈവർമാർക്കാണ് കാർഡ്. 11,000 കാർഡ് ഇഷ്യൂ ചെയ്ത് പോർട്ടുകാര്. കാരണം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നവർക്ക് എല്ലാവർക്കും, അതായത് ട്രാൻസ്പോർട്ടിങ് കമ്പനിയിൽ നിന്ന് ഒരു പേപ്പർ കൊടുക്കുക, ഒരു ഫോം അടിച്ചു വെച്ചിട്ടുണ്ട്. പോർട്ടുകാർ കൊടുത്ത ഫോം അവർ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കോപ്പിയിൽ അവരുടെ സീലും വെച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോയി 100 രൂപ അടച്ചു കഴിഞ്ഞാൽ ആ കാർഡ് കൈ കിട്ടി. 110 രൂപ അടച്ചു കഴിഞ്ഞാൽ 100 അടച്ചു കഴിഞ്ഞാൽ കാർഡ് അവർക്ക് കൈ കിട്ടി. പിന്നെ അവർക്ക് പോർട്ടിൽ യഥേഷ്ടം കയറാൻ ഇറങ്ങാം. ഈ പോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ കണ്ടെയ്നർ പിടിക്കുന്ന സ്ലോട്ടിൽ വണ്ടി പിടിക്കാൻ പാടുപെടുന്നു പലരും. പകരം കയറ്റി വെച്ച് അവിടെ കയറിക്കുന്ന പഴയ ഡ്രൈവർമാർ കയറ്റി വെച്ച് കൊടുക്കുന്ന സാഹചര്യം വരെയുണ്ട്. കാരണം വണ്ടി ഓടിക്കും, സ്ട്രേറ്റ് ഓടിക്കും. ഒന്ന് ഒടിച്ച് തിരിച്ച് കയറ്റേണ്ട വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതേ. ഈ പണ്ട് ഞാനേ ഈ യൂറോപ്യൻ രാജ്യത്തിലേക്ക് ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വണ്ടി കിടക്കും, ഇങ്ങനെ വണ്ടി വന്നിട്ട് ഇങ്ങനെ നേരെ പോയിട്ട് ഇങ്ങനെ എടുക്കും, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നു നേരെ അവിടെ നിന്ന് നേരെ റിവേഴ്സ് ഇങ്ങനെ, എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും വണ്ടി പോയിട്ട് ഇങ്ങനെ എടുത്തിട്ട് അല്ല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വന്നു, എന്നിട്ട് ഇതേപോലെ എസ് പോലെ ഇങ്ങനെ വളച്ച് കറക്റ്റ് ഇവിടെ കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് ഞാനിതൊക്കെ ഓടിച്ച് ഞാൻ കാണിച്ചു കൊടുത്താണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു മാ പോരെ ഇപ്പൊ തന്നെ കയറിക്കോളാൻ പറഞ്ഞു. അതിന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട്. അപ്പൊ ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ കൊണ്ടെന്ന് പറയുമ്പോൾ 2040 ആണെങ്കിലും 40 ഫീറ്റ് ആണെങ്കിലും നമുക്ക് ഒരു കാറ് കയറുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു ബൈക്കുകാരൻ കയറി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് തന്നെ വണ്ടി കാണാൻ പറ്റൂല, ഇടി നടക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് തന്നെ ഒരു കാറ് വേണേ കാറിൻ്റെ മിററുമ്പോൾ തട്ടിയാലും ബൈക്കുകാരൻ ആദ്യം വീണേ കൂടാ നിങ്ങളുടെ വണ്ടിയുടെ അടിയിലോട്ട് തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന കേരളത്തിലാണ്. അപകടം, മരണം. അതിന് ഉള്ള വീതിയുള്ള കേരളത്തിലെ റോഡുകൾ, അതാണ് പ്രധാന കാരണം. ഇപ്പോൾ കർണാടകത്തിലോട്ടും ബാക്കി എല്ലാ സ്റ്റേറ്റിലോട്ടും നോക്കി. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ഞാൻ തമിഴ്നാട്ടിൽ പോയതാണ്. അവിടെ റോഡ് ഡിവൈഡർ വെച്ചേക്കുക. ഏത് 4 ജംഗ്ഷൻ വരുമ്പോൾ അവിടെ ഡിവൈഡറാ. ഇവിടെ ഇത് എവിടെയാണെന്ന് പോലും കാണാൻ പറ്റൂല. അടുത്തെത്തി കഴിയുമ്പോഴേക്കും ഒരു ബൈക്കാരനല്ലേ കയറിയാണ്, നമുക്ക് ചവിട്ടിയാൽ നിൽക്കുമോ? ഇല്ല. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. 99% നമ്മളിവിടെ ബൈക്ക് പോണ ഹൈവേയിലായാലും ഒരു അത്യാവശ്യം റോഡിലാണെങ്കിലും ഒരു ബൈക്ക് പോണ ഇതിലാണ് ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ ആയിരിക്കും. ലെഫ്റ്റ് ട്രാക്കിൽ സെൻട്രലായിരിക്കും. അതെ,
പക്ഷേ ഈ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ ബൈക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ റോഡും വെള്ളവരെയും കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിൽ കൂടെ അവർ പോകും. അതത്രേ ഉള്ളൂ. നമ്മളിവിടെ ഈ ഫ്രണ്ടിൽ പോകുന്ന ഒരു കാറിനെക്കാട്ടിലും പാടാണ് ഒരു ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാൻ. നമ്മൾ 2 ഓൺ അടിച്ചാലും ഒരു മൈൻഡ് ചെയ്യില്ല നേരം മിണ്ടാണ്ടിരിക്കും. നമ്മളന്ന് തല അങ്ങോട്ട് കയറ്റി വെച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ എടുത്തൊരു പിടച്ചിലുണ്ടാക്കും. ഇപ്പൊ ഇല്ലാതെ നമുക്ക് എത്ര നേരം നമ്മൾ ഇവരുടെ പുറകെ ചവിട്ടി പിടിച്ചിരിക്കും. ഇത് മാറില്ല. അത് സത്യമാണ്. കാരണം ഈ ട്രാക്കിന്റെ ഇപ്പോ സിംഗിൾ ട്രാക്ക് ആണെങ്കിൽ സിംഗിൾ ട്രാക്കിന്റെ നടുക്ക് കൂടിയാണ്. അപ്പൊ നമുക്ക് കയറി പോകാൻ പറ്റൂല. ഇവനൊന്ന് മാറ്റി വെക്കണ്ടേ? പിന്നെ 99% നമുക്ക് പേടിയാണ്. വീതി അറിയാൻ പാടാത്ത ഡ്രൈവർമാരാണ് ഇപ്പൊ വണ്ടിയിലുള്ളത്. അല്ല, നമുക്ക് എത്ര നീളമുണ്ട്, അല്ലാന്നേ വീതിയുണ്ട്. നമുക്കാണെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണെന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ കൊച്ചി സിറ്റിക്കകത്ത് കൂടി ബസ് ഓടിച്ചുകൊണ്ടിരിക്കണം. എനിക്കറിയാം ഒരു പേപ്പർ ഗാനത്തിന് പോലും മുട്ടാണ്ട് വണ്ടി കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റും. പക്ഷെ ഈ ചില സമയത്ത് ബൈക്കുകാരുണ്ടല്ലോ, എതിരെ വരുന്ന വണ്ടിക്കാർക്ക് പറ്റൂല്ലോ. അല്ല, അവരായിട്ടും പറ്റും. ഇപ്പൊ തേവരപ്പാലത്തിൽ കൂടെ 2 പഴയ തേവരപ്പാലം ഇല്ലേ, ആ തേവരപ്പാലം തോപ്പുംപടി പാലം, തേവരപ്പാലം അല്ല തോപ്പുംപടി പാലം, ആ തോപ്പുംപടി പാലത്തിൽ കൂടെ 2 ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അതിൽ കൂടെ ഞാൻ ബസ് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ഇതായിട്ട് പോകാൻ പറ്റും. പക്ഷെ ഈ ബൈക്കുകാരെ കൊണ്ടാണ് പേടി. ഇത് പിന്നെ കൺട്രോൾ പോയി. അല്ല, നമുക്ക് ഒരു പരിധി വരെയാണ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതത്രേ ഉള്ളൂ. ഇപ്പോൾ ബസ്സിൻ്റെ ആണെങ്കിൽ ബസ്സിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ തൊട്ടേ നമുക്ക് ഇങ്ങോട്ട് ബാക്കോട്ട് കാണാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ലോറിയുടെ ക്യാബിൻ കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് ബാക്കോട്ട് കാണാൻ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. മുട്ടിയാ വീഴുക, അത്രേ ഉള്ളൂ. അവനെടുത്തോണ്ട് അടുത്ത വണ്ടി വിളിക്കുക. ഈ വണ്ടി കൊണ്ട് പോകാൻ പറ്റൂല്ലോ. അടുത്ത വണ്ടി വിളിക്കുക, എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ റോട്ടിൽ മിനിയാന്ന് എനിക്കൊരു അപകടം ഉണ്ടായിരുന്നു. അത് ഭാഗ്യത്തിന് ലോഡ് എടുത്ത് വരികയായിരുന്നു. വരുമ്പോ ലെഫ്റ്റ് സൈഡിൽ ഇവര് മീൻ കച്ചവടം ചെയ്യുന്നു. ആ സൈഡിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇവര് ഗവൺമെന്റ് പറയും ലെഫ്റ്റ് കീപ്പ് ചെയ്യാം. ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോ മീൻ കച്ചവടമാണ് വഴിയിൽ. ഡ്രമ്മ് ഒരു 4-5 ഡ്രമ്മിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുക. വഴിയില് ചവിട്ടിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ 3 കാറുണ്ട്. ഞാൻ വന്നുകൊണ്ടിരിക്കണം, പെട്ടെന്ന് സെന്ററിൽ ഈ സാധനം വെള്ളം നിറച്ച് വെച്ചിരിക്കുക. എൻ്റെ വിചാരം വെറും കാലി ഡപ്പയാ. ഒരൊറ്റ അടി അങ്ങ് ഇടിച്ചു. ചവിട്ടിയിട്ട് കിട്ടിയില്ല, ലോഡ് വണ്ടിയായിരുന്നു. വെള്ളം ഡപ്പ അടക്കം അങ്ങ് തെറിച്ചു പോയി. അപ്പുറത്തെ ബൈക്കുകാർ ഈ ലൈനിൽ ബൈക്ക് നിർത്തിയിട്ട് മീൻ വാങ്ങുക. വഴിയിൽ വെച്ച് മീൻ കച്ചവടം, ഡപ്പ, ഡ്രമ്മ എല്ലാം ഉണ്ട്. ആ ടോളിൻ്റെ 500 മീറ്റർ അപ്പുറത്ത്, ആ റെയിൽവേ ക്രോസിൻ്റെ അപ്പുറം. ഏത് സമയത്ത് അവിടെ ഹോണടിച്ച് പോയാൽ പോലും അവരവിടെ നിന്ന് മാറ്റില്ല. ഇവിടെ പോലീസും ഇതൊക്കെ ഞങ്ങളുടെ ഡ്രൈവേഴ്സിനെ നെഞ്ഞത്ത് കയറുമ്പോൾ ഒരു മനുഷ്യരും മരിക്കാതിരിക്കാനും അപകടം ഉണ്ടാകാതിരിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വഴി ഒഴിവാക്കുന്നത്. ഞങ്ങൾക്ക് തന്ന ലെഫ്റ്റ് സൈഡ് മൊത്തം മീൻകാരും ഡ്രമ്മ് വെള്ളം നിറച്ച് വെച്ചവരും അന്യ സംസ്ഥാനക്കാർ താമസിക്കുന്നതിന് മുന്നിൽ കൊടുന്ന് നിറച്ച വെള്ളത്തിന്റെ വീപ്പുകളാണ് അവിടെ നിറച്ച് വെച്ചത്. നിങ്ങൾ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ വലിയ വണ്ടിക്ക് വണ്ടി ഓടിച്ച് വരാൻ പറ്റില്ല. വണ്ടി ഓടിച്ച് വരണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് പിടിച്ച് പാലിയേക്കര ടോൾ കൊണ്ട് ലെഫ്റ്റ് സൈഡ് പിടിച്ച് ഇവിടെ വല്ലാർപാടം വരെ എത്ര മണിക്കൂർ എടുക്കും? ലെഫ്റ്റ് സൈഡ് മാത്രം കീപ്പ് ചെയ്ത് വണ്ടി ഓടിച്ചു വന്നാൽ ഇപ്പൊ ഓണിന്റെ പ്രശ്നം. ഈ ഓണം കൊണ്ട് എന്താ കൊണ്ടെന്ന് ഇപ്പൊ ഓണ് നിരോധിച്ച മന്ത്രിക്ക് അറിയോ? അല്ല, ശരിക്കും ഈ ഹോണില്ലേ, ഈ എയർ ഹോൺ വണ്ടികളിൽ വെക്കാൻ പാടില്ല എന്നാണ് ചട്ടം. അപ്പൊ വെച്ച വണ്ടി എന്ത് ചെയ്യണം? പെർമിറ്റ് അടക്കം റദ്ദ് ചെയ്ത് കളയണ്ടേ? വേണം. അതല്ലേ അതിന്റെ നിയമം. പക്ഷെ ഇത് അല്ല, ഇത് ഈ പറഞ്ഞ പരിപാടി പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പരിപാടിയും നമ്മുടെ കേന്ദ്രം എങ്ങനെ പുറപ്പെടുവിക്കുക, കേരളത്തില് പ്രാബല്യത്തിൽ അല്ല. ശരിക്കും ഇപ്പൊ ഞാനൊക്കെ കഴിഞ്ഞ ദിവസം ഇരുന്ന് ചിരിച്ചുപോയി. കാരണം ഇതിന്റെ പകുതി അതിനകത്ത് ഇപ്പോഴും ഇരിപ്പുണ്ടെന്ന്. അത് കറക്റ്റ് ആയിട്ട് ഊരിയെടുത്താൽ എയർ സെറ്റപ്പ് ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചേ, ഇതെന്താ പകുതി അവിടെ ഇരിക്കണത്? മാത്രം ഊരിക്കൊണ്ട് വരും. ആ ഊരാൻ പറ്റുന്ന എങ്ങനെയാ? എയർ ഹോൺ പ്രോപ്പറായിട്ട് പിടിപ്പിക്കാൻ പോലും പറ്റത്തില്ല എന്നാണ് ചട്ടം. എയർ ഹോൺ അടിക്കാനും പാടില്ല, പിടിപ്പിക്കാനും പാടില്ല. അപ്പൊ എങ്ങനെയാ അത് ഫിറ്റ് ചെയ്തത്? GST അടക്കണോണ്ട് അതിന്. അതെ, കേരളത്തിലേക്ക് മാത്രമാണ് പ്രശ്നമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എയർ ഹോൺ അടയ്ക്കേണ്ട സ്ഥലങ്ങളുണ്ട്, എയർ ഹോൺ വേണ്ട സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ വയനാട് ഹൈറേഞ്ച് മലയോര പ്രദേശങ്ങളിലൊക്കെ പോകുന്ന വണ്ടിക്ക് മറ്റേ കീന്ന് അടിച്ചാൽ പെണ്ണും ആണും പോകുന്ന രീതി. ഇപ്പൊ ഒരു പെണ്ണ് കൂവി കഴിഞ്ഞാൽ 99% ആളുകളും മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്യോ? ഇല്ല.
അതേസമയം ഇപ്പോൾ ഈ എയറോൺ അടിക്കുവാനും ഒരാളാണ് കൂവണമെങ്കിൽ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കുക. എന്താ പറഞ്ഞിട്ട് വലിയ വണ്ടി വരുന്നു, ഏതാ വളവിൽ കയറി വരണ്ടെന്നുള്ളൊരു സൂചനയൊക്കെയാണ് എയറോൺ മിക്ക വണ്ടിക്കാരും സിറ്റി ഓണൊക്കെ കയറ്റി ഫിറ്റ് പക്ഷെ അത് രൂപീകരിച്ച് മനുഷ്യന്മാർക്കുടെ കാതടക്കുന്ന സൗണ്ട് ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉള്ളൂ എയറോണിൽ. ഇപ്പോൾ എയറോൺ ഇപ്പോൾ നിരോധിച്ചിട്ട് ഇപ്പോൾ എന്താ വേണം? ഇത് കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത നിയമങ്ങളാണ് നമ്മുടെ വല്ലാതെ ഈ ഒരു റോഡിൽ. ഈ റോഡിൽ മാത്രമൊന്നുമല്ല, കേരളത്തിലെ എല്ലാ റോഡിലും പക്ഷേ തന്നെയാണ്. കണ്ടെയ്നർ റോഡിൽ പ്രത്യേക നിയമങ്ങളാണ്. ഞാനതാണ് പറഞ്ഞത്, ഒന്ന് ഇവിടെ പാർക്ക് ചെയ്യാം, നല്ല റോഡിൽ മണ്ണിലിറക്കി നിർത്തിയ വണ്ടിക്ക് ഫൈനും, നടു റോഡിൽ അല്ല നിങ്ങൾ ഇത് നോക്കിയേ, എൻ്റെ കയ്യിൽ അല്ല, എൻ്റെ കയ്യിലില്ല, ഫോൺ എടുത്തിട്ടില്ല. ഈ വണ്ടി ആകപ്പാടെ 2 വരിയേ ഉള്ളൂ. ഈ 2 വരി പാതയിൽ ഈ നമ്മുടെ കാറ് കൊണ്ടുവന്ന വണ്ടിയിൽ ആ ലോങ് കണ്ടെയ്നർ അത് റോഡിലിട്ട് ഇറക്കിയവൻ എന്ത് ചെയ്യണം? ഒരു റോഡിന്റെ പകുതി അവനെ എടുത്തേക്കുക, എന്നിട്ട് അവൻ അവിടെ നിന്ന് ഒരു ഇത് രാത്രിയല്ലേ? ഇപ്പൊ നമ്മൾ നിൽക്കണ ഇവിടെ രാത്രിയാണെന്ന് വിചാരിക്കാം, ഞാൻ കണ്ടത് പകലാണ്. അവനൊരു കൂസലും ഇല്ലാണ്ടാണ് ഇന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി കേട്ടാ, ഞാൻ പതിയെ അപ്പുറത്തോട്ട് ഇങ്ങനെ മാറി നിന്ന് ആ മൊബൈലൊക്കെ ഇങ്ങനെ എടുത്ത് പതിയെ ഇങ്ങനെ ആ സാധനമൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും യൂണിയൻകാർ വന്നിട്ട് പറഞ്ഞു, ഇതിപ്പോൾ ഇവിടെ നിന്നെടുത്ത് വണ്ടി മാറ്റിക്കോ, അല്ലെങ്കിൽ നിൻ്റെ വണ്ടി ഇപ്പോൾ പോകട്ടോ എന്ന്. അപ്പം തന്നെ ആ സാധനം ഇങ്ങനെ പതിയെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അടയുന്നു, വണ്ടി മുന്നോട്ടെടുക്കുന്നു, ഒതുക്കി വെച്ച് കൊടുക്കുന്നു, സാധനം ഇറക്കുന്നു. അറിയാം, ഇത് ഒതുക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, നമ്മള് ഒന്നും മിണ്ടൂല. ഇപ്പൊ വല്ലാർപാടത്തെ ഡ്രൈവർമാർ 99% നിയമം അനുസരിച്ച് തന്നെ അവിടെ പാലിക്കുന്ന ആളുകളാ. 9 മണി കഴിഞ്ഞാൽ നമുക്കിപ്പോ എത്ര അത്യാവശ്യമുള്ളൂ ഇവിടെ, ഏതാ നമുക്ക് ചെയ്ത് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മുളവാട് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കിട്ടുന്നില്ല. നമുക്കൊരു സ്ഥലത്തോടെ പോകാൻ പറ്റില്ല. അല്ല അല്ല നേരെ പോണ ഡ്രൈവർമാരെയൊക്കെ നമ്മൾ 2 കൈ നിന്നിട്ട് സ്വീകരിച്ചിട്ടുമുണ്ട്. ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു കോട്ടയം ഭാഗത്തോട്ടോ അല്ലെങ്കിൽ ഒരു ഉൾപ്രദേശത്തോട്ടോ പോകുന്നവൻ്റെ പുറകെ പിടിച്ചൊന്നും പോകാൻ പറ്റൂല. അപ്പം അവൻ്റെ മുന്നിൽ വണ്ടി വരുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം? കേറിപ്പോക്കോ എന്ന് പറയണം, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ടെങ്കിലും ഇപ്പോഴുള്ള അത് നമുക്ക് അടിയിൽ പഠിക്കണം. അല്ല അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ഡ്രൈവർമാരും ഉണ്ട്. അപ്പൊ ഇതേപോലെയുള്ള ഡ്രൈവർമാർ വരുമ്പോൾ എന്ത് പറ്റും? നല്ല രീതിക്ക് മാന്യമായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ചീത്ത പേരുണ്ടാവുന്ന ഒരിതാണ്. ഹൈവേയിൽ പുതിയ പണിയിലെ പറവൂര് വരെ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്തതുപോലെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുവിധം ഡ്രൈവർമാരൊക്കെ ആ പറവൂര് 1 വേ തിരിഞ്ഞിരിക്കുമ്പോൾ ബാക്കിൽ വണ്ടികളുണ്ടെങ്കിൽ നമുക്ക് ഒതുക്കി നിർത്തി അങ്ങോട്ട് കൊടുക്കും. കാരണം ബാക്കിൽ വരുന്ന വണ്ടികൾ കംപ്ലീറ്റ് പോട്ടെ. കാരണം നമ്മുടെ ലോഡും വണ്ടിയാണ് നമുക്ക് പോകുന്നതിന് ഒരു പരിധി. ഇത് ഓടിക്കേറിയൊന്നും പോവുകയൊന്നുമില്ല, ചാടിക്കുത്തിയൊക്കെ എടുത്ത് വലിച്ചൊക്കെ കയറി വരുമ്പോഴത്തേനും ടൈം എടുക്കും. നമ്മൾ പരമാവധി ആളുകൾ അങ്ങനെ ഒതുക്കി നിർത്തി പരമാവധി സ്ലോ ആക്കി വണ്ടികളെ കയറ്റി വിട്ട് തന്നെ പോകുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിലുള്ളവരാണ് ഈ പറഞ്ഞ ആ റോഡ് അവരുടെ തറവാട്ട് ഭാഗത്തൊക്കെ അവർ പോയാൽ മതിയെന്ന് ചിന്തിച്ചുകൊണ്ട് പോകണം. കാരണം ചില മുതലാളിമാർ ഇപ്പോഴും അതിനകത്തുണ്ട്. ചില മുതലാളിമാരുടെ വണ്ടി തൊടാൻ ഇപ്പോഴും പേടിക്കും. ഇപ്പം പണ്ട് ഞാൻ ആളെ ഒന്നും പറയണില്ല, ഞാൻ ഡൽഹിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ നാട്ടിൽ വരുമ്പോൾ കാണണം, വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഇയാൾ തന്നെ ഡൽഹിയിൽ വെച്ച് കണ്ടു പോട്ടെ, ആലും മണപ്പുറത്ത് കണ്ട് വെച്ച പരിചയം പോലും കാണിച്ചില്ല പുള്ളി എന്നോട്. ഞാൻ പറഞ്ഞു ഈ വണ്ടിയൊക്കെ ആരെയാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം കൊടുത്ത ആ വണ്ടിയൊക്കെ അവിടെ പോയിട്ടുകൊണ്ട് ഇപ്പം അതിനകത്ത് കിടന്ന് ഓടണമുണ്ട്. വണ്ടി പിടിക്കൂല, ചോദിച്ചാൽ പറയും പിടിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ചില മുതലാളിമാരും ഇപ്പോഴും ആ പോർട്ടിനകത്തൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. ഉണ്ട്, ഇത് കുത്തക കയ്യിലായി പോയിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പം സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാതായി, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റൂല. ഇവിടെ വല്ലാർപാടം ടെർമിനലിൽ വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു സാധാരണ ഡ്രൈവർക്ക് പോകാൻ പറ്റില്ല. പറയാൻ കാരണം 15 രൂപയ്ക്കും 16 രൂപയ്ക്കും 10 രൂപയ്ക്ക് വരെ ബാറ്റ വണ്ടി എടുക്കുന്ന തൊഴിലാളി. നമുക്ക് സാധാരണ ഒരു അഡീഷണൽ ബാറ്റകളുണ്ട്, അതൊന്നും ഇവിടെ കൊടുക്കുന്നില്ല മുതലാളിമാർ, ആരും കൊടുക്കാൻ തയ്യാറല്ല. അപ്പം നമ്മൾ കിട്ടുന്ന ബാറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട് ഇതിനകത്ത്. അവിടെ നിന്ന് പോവാന്ന് ആ കിട്ടുന്ന ബാറ്റയിൽ നിന്ന് മുതലാളിമാരെ അള്ളിക്കൊണ്ട് പോവാം. ഏതാ അവിടെ നിർത്തിയതല്ല, നീ നിർത്തിയിട്ടല്ലേ, നീ മൂത്രം വെച്ചിട്ടല്ലേ, ചോറി. ഇതൊക്കെ നമുക്കും പുള്ളിക്കും ഒക്കെ ആവശ്യങ്ങളാണ്, പുള്ളി കണക്ക് കൂട്ടുന്നില്ല.
ഈ വരുന്ന പോലീസുകാരും കണക്കൂട്ടുന്നില്ല. നമുക്കിപ്പോ ഇതിപ്പോ അല്ല ശരിക്കും ഞാൻ പണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കണം, അല്ലാണ്ട് മുഖ്യമന്ത്രി പോയിട്ട് വരൂല. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പൊ ഗൾഫ് കൺട്രി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അവിടെ നിന്ന് വരുമ്പോ അരിയും പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ട് മേടിച്ചോണ്ട് സംഗതി ശരിയാണ്. പറ്റുമല്ലോ ഇവര് ചെയ്യണം. പക്ഷെ ഇപ്പൊ ചേട്ടൻ ഇവിടുന്ന് പോവുകയാണെങ്കിലൊക്കെ നമ്മുടെ ഒരു വണ്ടി കിടപ്പുണ്ട്, നമ്മുടെ ഈ ആനവാതിൽ കഴിഞ്ഞിട്ട് ഒരു വണ്ടി കിടപ്പുണ്ട് ലെഫ്റ്റ് സൈഡിൽ, ഒരു 57-24 കിടപ്പുണ്ട്. ഒരു ശല്യമല്ല ഒന്നുമില്ലാണ്ട് അവർ ഒതുക്കിക്കോളാൻ പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് എനിക്ക് കിട്ടിയ 800. സന്തോഷമായിട്ട് മുതലാളി ഇട്ട് വന്നത് നാസർക്കാർ 800 വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. നമ്മള് പറയുന്നത് നിയമം ലംഘിച്ച് നമ്മള് പിഴ ഈടാക്കിക്കോട്ടെ, പക്ഷെ ആ പിഴ നമുക്ക് മാത്രമാവരുത്, എല്ലാവർക്കും ചെയ്താലും ആയിരിക്കണം. അതാണ് ഞങ്ങളുടെ മാന്യമായ, അതായത് ഇതാണ് കണ്ടെയ്നർ ലോറി അല്ലെങ്കിൽ ഒരു ലോറി ഒരു റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരേപോലെ, പക്ഷെ അതിന്റെ ഫ്രണ്ടിൽ ഒരു കാർ നിർത്തിയിട്ടില്ല, ആ കാറിനും കൊടുക്കണം പിഴ. അത് വേണം. അല്ലാതെ ഈ രണ്ടമ്മയ്ക്കുണ്ടായ മക്കളെ പോലെ ഒരമ്മയ്ക്കുണ്ടായവന് നല്ലതും മറ്റവന് പഴങ്കഞ്ഞിയും ആ ഒരു പരിപാടി ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും ഒരേ നീതി. അല്ല നിങ്ങൾക്ക് ആ ടോളിന്റെ അവിടെ ഉള്ള മറ്റേ ക്ലോസ് ബാത്റൂം തുറന്നതാ? അതൊക്കെ തുറന്നിട്ടുണ്ട്, കായലിലെ വെള്ളം കയറ്റി അടിച്ച് ഓപ്പൺ ആണ്. ചേട്ടാ നമുക്കിപ്പോ ഇവിടെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂത്രം വെച്ച് പോയി കഴിഞ്ഞാൽ സ്ഥലത്ത് മൂത്രം ഒഴിച്ചാലും ഓപ്പൺസ് ആണ്. അപ്പൊ അവിടെ ടോയ്ലറ്റ് അപ്പുറം ഇപ്പഴും ഉണ്ട്, പക്ഷെ വണ്ടി നിർത്തി മൂത്രം ഒഴിച്ചാൽ 800 പോകും. അല്ല അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. മുളവാട് പോലീസ് സ്റ്റേഷൻ ഈ ടോൾ അറിയുന്നറിയോ? ടോൾ എൻഎസിന്റെ ഈ ടോള് കരാറെടുത്തേക്കണ രണ്ടാമത് കരാറ് പോയേക്കണ ആർക്കാന്ന് അറിയില്ല. അതിപ്പോ ഈ പറയുന്ന ഈ നിൽക്കുന്ന തൊഴിലാളിമാർക്കും മുതലാളിമാരുടെ ഒക്കെ കാശ് അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ ലോക്കലാക്കിയത്. അതായത് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ടോൾ പിരിക്കാനല്ലേ? ആ ടോൾ പിരിച്ചു തുടങ്ങിയില്ലോ. പിരിഞ്ഞു തുടങ്ങിയല്ലേ എയർപോർട്ടിനകത്ത് പാർക്കിംഗ് ഫീ പിരിച്ചു തുടങ്ങണ അവർക്ക് തന്നെയാണ് ഈ ടോളും. ഇതിന്റെ മുതലാളി ആരാന്ന് ചോദിക്കും. ഒരു കണ്ണൂരുള്ള ഒരു പാവപ്പെട്ട മുതലാളിയാണ്. ആദ്യം ഇത് മാർവാടിയുടെ അടുത്തായിരുന്നു. മാർവാടി ഞാൻ വണ്ടി കൊണ്ട് എനിക്ക് കോടതിയിൽ ഒരു കേസ് ഉണ്ടായി. ഞാൻ കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, പിടിവിട്ട് പോണേണ് ഇവിടുന്ന്. ആ പോലീസ് സ്റ്റേഷനിൽ ഇപ്പുറത്ത് വന്നപ്പോൾ വണ്ടി ഇങ്ങനെ എടുത്തിട്ട് ഒറ്റ ചട്ടം കൂടെ അടി. അപ്പോൾ തന്നെ എൻ്റെ നടുവിൽ നിന്ന് ഒരു മിന്നലങ്ങോട്ട് മിന്നിയിട്ട് MH ഹോസ്പിറ്റലിൽ പോയി കിടന്നു. അപ്പം ഇൻറ്റിമേഷൻ കൊടുത്തേക്കോ പോലീസ് സ്റ്റേഷനിലേക്ക്. ഇൻറ്റിമേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസുകാർ മൊഴിയെടുക്കാൻ വന്നേക്കോ. എന്താ പ്രശ്നം? അവിടെ കട്ടറിൽ ഇങ്ങനെ ചാടി, പിന്നെ വണ്ടി നടുവ് ഇങ്ങനെ മിന്നി. സൂക്ഷിച്ചോടിക്കണ്ടേ, നിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞ കേസ് എടുക്കണ്ടേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ഇതെങ്ങനെ മാർവാടിയുടെ കയ്യിൽ നിന്നാണോ എവിടെ നിന്നാണ് ഇതിൻ്റെ കച്ചവടം എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടി മുറുക്കി. അപ്പം ഞാൻ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിലുള്ള ഒരാളുണ്ട്, പുള്ളിനെ വിളിച്ചു. അപകടം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ വേഗപരിധി ബോർഡ് നിശ്ചയിച്ച് അവിടെ ബോർഡ് വെക്കണം എന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് ഡയലോഗ് ഇട്ടപ്പോൾ ഞാൻ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു. രണ്ടാം ദിവസം അവിടെ ബോർഡ് 20 കിലോമീറ്റർ വേഗത. അപ്പോൾ ആലം കയറിയ ബാത്റൂം, നിങ്ങൾ പറഞ്ഞാൽ ബാത്റൂമിലവിടെ റൈറ്റ് സൈഡിൽ ഒരു 20 കിലോമീറ്റർ വേഗത ഒന്നും ഓർമ്മയുണ്ട? അപ്പം ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഇതൊക്കെ ഇവർ സെറ്റിൽമെൻറ്റിൻ്റെ ആശാന്മാരാണെന്നൊക്കെ നമുക്കറിയാം. ഞാനവിടെ കിടന്ന് ഈ ടോൾ പ്ലാസ ഇല്ലേ, ടോൾ പ്ലാസ കിടന്ന് ഞാൻ അടി ഉണ്ടാക്കിയതാണ്. ഞാനൊരു ദിവസം എനിക്ക് ബാത്റൂമിൽ പോകണം, അല്ല എനിക്ക് എമർജൻസി ആയിട്ട് ഇങ്ങോട്ട് വരണം, എനിക്കൊരു സാധനം എടുത്തിട്ട് വേണം തിരിച്ച് കൊടുത്തിപ്പോൾ. ഞാൻ അതിൽ ഇങ്ങോട്ട് കയറി വരാൻ നേരത്തെ ഞാൻ പറയാം എൻ്റെ ഫാസ്റ്റാഗിൽ കാഴ്ചയില്ല. അങ്ങോട്ട് പോയ വണ്ടിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ പൈസ ഇല്ലാന്ന്, വിടൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പോടില്ലാന്ന് പറഞ്ഞു. ഞാൻ ആ വണ്ടി ആ ടോൾ പ്ലാസയിൽ അങ്ങനെ എൻ്റെ വണ്ടിയാണ് നിർത്തിയിട്ട് അടുത്ത വന്ന KSRTC ബസ് കൈയടിച്ച് ഞാൻ അങ്ങോട്ട് കയറിയിട്ട് പോകും. അപ്പം ഇങ്ങനെയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതൊരു ഗീവ് ആൻഡ് ടേക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയാണ് ഞാൻ ചോദിച്ചത്, പോലീസുകാർക്ക് ടോൾ പ്ലാസൊക്കെ മുതലാളിമാരോട് ഭയങ്കര സ്നേഹമുള്ളൂ അല്ലേ എന്ന് ചോദിച്ചത്. അപ്പം ഇതിങ്ങനെയാണ് ഇവരെ മുതലാളിമാരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം കേരള പോലീസിൻ്റെ ശൈലി. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. അല്ല ഇതിപ്പോൾ നമുക്ക് ഇത്ര ഒരു ഇപ്പം ഈ കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ കാര്യങ്ങൾക്ക് നമുക്ക് ഇത്ര ലക്ഷ്യമുള്ളൂ. നമ്മളെ ചൂഷണം ചെയ്യണത് അതില്ലായ്മ. ഞാൻ പറഞ്ഞത് നമ്മൾ പണിയെടുത്തത് നമ്മുടെ കുടുംബത്തിലേക്ക്. ഇപ്പോൾ പോലീസുകാരൻ പണിയെടുക്കുന്ന പോലീസുകാരൻ്റെ ശമ്പളം മുഴുവൻ നമ്മൾ പിടിച്ചോണ്ട് പോയാൽ എങ്ങനെയുണ്ടാവും? അതെങ്ങനെ ഉണ്ടാവും? പോലീസുകാരന് എന്ത് പറ്റും?
എന്നാൽ പിന്നെ ഞാനിതിനെ പണിയെടുക്കണേന്ന് പോലീസുകാരൻ വിചാരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ഹോസ്പിറ്റൽ ചിലവുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മൾ കിട്ടുന്ന പൈസയും കൊണ്ട് അവിടെ ചെന്നാൽ മാത്രമേ ഇവരുടെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത് പോലീസുകാരെപ്പോഴും ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അനാവശ്യം പെറ്റടിക്കണ്ടെന്നൊന്നും നമ്മൾ ആരും പറയണില്ല. ന്യായമുള്ളതിന് പെറ്റടിച്ചോട്ടെ, അടിച്ചോട്ടെ. നമുക്ക് അടിച്ചിട്ട് രാജസ്ഥാൻകാരനും മറ്റുള്ള സംസ്ഥാനക്കാരനും റോഡിൽ വളവിലിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. മലയാളികൾ ചെയ്താൽ മാത്രമേ കേസുള്ളൂ. അതിന്റെ നമുക്ക് അടിക്കുന്ന അതേ നീതി തന്നെ അടിച്ചാൽ മതി, അപ്പൊ പ്രശ്നം തീർന്നു. അത് മാത്രമല്ല, ശരിയാണല്ലോ. ഞങ്ങൾ ആരും ഇവിടെ കൊണ്ടുപോയിട്ടില്ല. ഇല്ല, എത്ര സ്ഥലം അറിയാ, കാരണം വളവിലാണ് എപ്പോഴും അപകടം. അത് മാത്രമല്ല, നടന്നു വരുന്നവരും ബൈക്കുകാർ ചിലവരും അത് കുത്തിക്കയറ്റി വരും. അവര് ആരെങ്കിലും ഒരെണ്ണത്തിന്റെ ജീവൻ പോകുന്നു ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരും കൊണ്ടുപോയിടാറില്ല. പക്ഷെ ഇവിടെ മറ്റുള്ള സംസ്ഥാനക്കാർ വഴിയിൽ ഈ തിരിയുന്നോടത്ത് വരെ കൊടുത്തിടുമ്പോ വന്നിട്ട് മിണ്ടത്ത് പോലും ഇല്ല, കാണാണ്ട് പോവും. കാരണം അവർക്ക് കിട്ടാനുള്ള കിട്ടുന്നുണ്ടാവും. നമ്മള് മൂത്രം വയ്ക്കാൻ നിർത്തുന്നു, അവർ കിടക്കാൻ നിർത്തുന്നു. അന്നേരം നമുക്ക് 1000 തന്നെ. അവരൊരു ദിവസം മൊത്തം കിടന്നിട്ട് അവർക്കൊന്നുമില്ല. ഇതാണ് തുല്യ നീതിയാണ്. കുഴപ്പമില്ല. ഇപ്പൊ ചേട്ടൻ വന്ന് ഇവിടെ വണ്ടി നിർത്തി, നോ പാർക്ക് ഏരിയ ആണ്. ചേട്ടൻ വന്ന് നിർത്തി. ഇപ്പൊ പോലീസ് വണ്ടി അവിടെ കിടക്കാൻ, പോലീസ് വണ്ടി ഞാൻ കൊണ്ടു നിർത്തി. ഇപ്പൊ ഞാൻ ചുരുക്കം പറയാം, ഇവരെന്നെ വിളിച്ചപ്പോ ഞാൻ ഈ ബൈക്ക് കൊണ്ട് വന്ന് ആദ്യം അവിടെ നിർത്തി. എന്തിനാന്ന് ചോദിച്ചു. ഞാനപ്പോ നോക്കി, ജസ്റ്റ് നോക്കി, എന്ത് സാറേന്ന് ചോദിച്ചു. അപ്പൊ നോ പാർക്ക് ഏരിയ ഞാൻ ഈ ബോർഡ് കാണുവാണ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങോട്ട് ചോദ്യം, ഇതെന്താ നിങ്ങളിവിടെ കിടക്കണേന്ന് ചോദിച്ചു. അവർക്കത് മനസ്സിലായില്ല. വണ്ടി എടുത്ത് പോകുമ്പോ ഞാൻ അപ്പുറത്ത് കൊണ്ട് നിർത്തി ഇപ്പുറത്തേക്ക് പോകുന്ന ആളാ. അപ്പൊ എന്ന് പറഞ്ഞാട്ട് എല്ലാവർക്കും ഒരു നീതി ന്യായം ഉണ്ടല്ലോ. ഈ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയോ, ഇപ്പൊ നമ്മൾ നിയമം ലംഘിച്ചു. നമ്മൾ നിയമം ലംഘിച്ച ഒരു പിഴയേ ഉള്ളൂ. ആടാ, അത് അതേ നിയമലംഘനം നമ്മൾ രണ്ടാമതും നടത്തി കഴിഞ്ഞാലോ ഇരട്ടിയായി ഇല്ലേ? മൂന്നാമതും നാലാമതൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് പോകും. എന്ന് പറഞ്ഞ പോലെ നിയമലംഘനം നടത്തണ പോലീസുകാരില്ലേ, നിയമലംഘനം നടത്തുന്ന പോലീസുകാർക്ക് പിഴ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്നതിന്റെ ഇരട്ടിയാണ്. അറിയാവോ? അതിന് നമ്മൾ മെനക്കെട്ട് നടക്കണ്ടേ? അത് വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്നെ എങ്ങനെയാ, ഞാൻ മര്യാദക്ക് ഗൾഫിൽ പണിയെടുത്തിടന്ന് വെച്ചാൽ ഞാനിപ്പോ എങ്ങനെയാ ഇപ്പൊ ഉദ്യോഗസ്ഥന്റെ അഴിമതി ചോദിച്ചല്ലേ നടക്കണത്. അതെന്തുകൊണ്ടാ? അവരെന്നെ ഒരു 11 വർഷം ഇട്ട് ബുദ്ധിമുട്ടിച്ച്. അപ്പൊ ഞാനിപ്പോ എന്ത് വിചാരിച്ച്, എന്നാ പിന്നെ ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ട്രെയിലർ ഞാൻ ഓടിച്ച് കാണിച്ചിട്ട് ഗുഡ് സാലറിക്ക് എന്നോട് വരാൻ പറഞ്ഞിട്ടും ഞാൻ എന്തുകൊണ്ടാ പോണില്ല. എന്നെ ബുദ്ധിമുട്ടിച്ച ഉദ്യോഗസ്ഥനെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വെച്ച്. ഇപ്പൊ 10 എണ്ണത്തിന് ഞാൻ സസ്പെൻഷൻ അടിച്ചു കൊടുക്കാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഓർഡറാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് പാവങ്ങൾക്ക് ഗുണമുണ്ട്. അവര് പഠിക്കുകയും ചെയ്യും. ആ പാവങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടും ഈ അനീതിക്കെതിരെ. അത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ ഈ റോഡിൽ ഇപ്പൊ നമ്മളിപ്പോ ഇത്ര സംസാരിച്ചു. ഇപ്പൊ ചേട്ടായി വന്നിങ്ങനെ ഒരു ഇതെടുത്തു, വീഡിയോസ് എടുത്തു. ഇത് ശരിയാവാനൊന്നും പോകുന്നില്ല, ഒരു ഉറപ്പ്. അത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. കാരണം അവിടെ ഇരിക്കണ 1-2 ഉദ്യോഗസ്ഥന്മാരെ എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്കും അറിയാം. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന വീഡിയോ ഇല്ലേ, ബോസ്കളശ്ശേരി. അപ്പൊ നിങ്ങള് ഒന്നും വേണ്ട, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നോർത്ത് മേൽപ്പാലം, വെറൈറ്റി പാലം ഉള്ളത് നിങ്ങൾക്കറിയാം. ആ വണ്ടി ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ പോകും. ഈ പാലം പണിതത് ആരാണോ എന്നും ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടു. ഇതിൻ്റെ നിർമ്മാതാവിന് ഞാനൊരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് പറഞ്ഞ് ഒരാഴ്ച പോലും ആയിട്ടില്ല. രാത്രി അവർ മറ്റേ വണ്ടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ പൊക്കമില്ലേ, ആ പൊക്കം കംപ്ലീറ്റ് ഇങ്ങനെ അങ്ങോട്ട് വടിച്ചു. അപ്പം ഈ പറഞ്ഞ പോലെ ഇവര് പേടിക്കുന്നുണ്ട്. ജനങ്ങൾ അറിയണം എന്നുള്ള, അറിഞ്ഞു കഴിഞ്ഞാൽ പേടിയുണ്ട്. ഇപ്പൊ ഈ നമുക്കിപ്പോ അത്യാവശ്യമായിട്ട് ചെയ്യണം, നമ്മളെ ഒരുപാട് പോലീസ് സ്റ്റേഷനിലെ ചൂഷണം, കണ്ടെയ്നർ ഡ്രൈവർമാരെ ചെയ്യുന്ന ചൂഷണങ്ങൾ നിർത്തുക. ശരിയല്ല, തെറ്റാണെങ്കിൽ പെറ്റിയെടുക്കണ്ടെന്ന് നമ്മളാരും പറയണില്ല. അല്ല, നമ്മൾ ചെയ്തത് എന്റെ അടുത്ത് ഇത് കാണിക്കുമ്പോൾ ഞാൻ പറയാം, ഞാനൊക്കെ കുറച്ച് വർത്താനൊക്കെ പറയുന്ന ഒരാളാണ്. ഞാൻ പോലീസുകാരൊക്കെ നമ്മൾ നോട്ടപ്പുള്ളി തന്നെയാണ്. അപ്പൊ ഇവർക്കുടെ മുമ്പിൽ ചിലപ്പോൾ ഞാൻ നോട്ടപ്പുള്ളിയാ, അത് വേറെ കാര്യം, വേറെ ലെവലില്. ഈ പറയുന്ന കേസ് പോലീസുകാർ വന്ന് ചോദിച്ചാൽ നീ എന്താ ഇവിടെ വണ്ടി പിന്നെ എവിടെയാ നിർത്തേണ്ടതെന്ന് ഞാൻ ചോദിക്കണ ആളാ. പിന്നെ എവിടെയാ നിർത്തേണ്ടതെന്ന് ഞാൻ ചോദിക്കില്ല. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പം നമുക്കൊരു പാടില്ലാണ്ടായിപ്പോയി.
നമുക്കൊന്ന് ഉറക്കം വന്നു പോയി. നമ്മളെന്ത് ചെയ്യും? എവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും? വണ്ടി നമ്മൾ എവിടെയും അപ്പൊ തന്നെ സ്പീഡ് നിർത്തുകയാണ് എവിടെയെങ്കിലും. അങ്ങനെയല്ല നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ വിളിക്കാം. ആ പുറകിൽ വരുന്ന ഈ ടോൾ റോഡിലെ കാര്യം ഉണ്ടോ പറഞ്ഞു, വണ്ടി നമ്മൾ നിർത്തിയിട്ട് കഴിഞ്ഞാൽ അവരുടെ വണ്ടി പുറകിൽ വരികയും അവരുടെ വണ്ടി മറ്റു വാഹനങ്ങളെ വഴി തിരിച്ച് വിടുകയും വേണം. ഫോണും വെക്കണം മാത്രമല്ല ഇവിടെ രാത്രി ഇവിടെ നിങ്ങൾ ചേരുന്നല്ലോ മറ്റേ സ്റ്റേഷനിലെ മുളവാട് സ്റ്റേഷനിലാണ് ഞാൻ ഇതിന്റെ കണക്കേ എടുക്കാൻ വെച്ച് RTA വെച്ച് കൊടുത്ത്. RTA വെച്ച് കൊടുത്തപ്പോൾ SIയും ബാക്കി എല്ലാവരും കൂടി അതങ്ങോട്ട് മുക്കി കണക്ക് തരാൻ പറഞ്ഞു. ഈ റോഡിലുണ്ടായ അപകടങ്ങളുടെ നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ മാത്രം അപകടങ്ങളുടെ കണക്ക് തരാൻ പറഞ്ഞു. ഒരു വർഷം നടക്കണ 65-ന് മുകളിൽ മരണങ്ങളും അപകടങ്ങളും നടപ്പുണ്ട്. എങ്ങനെയാ? ട്രെയിലർ വണ്ടിയുടെ പുറകിൽ ഇടിച്ചും അവിടെ ഇടിച്ചും ഇവിടെ ഇടിച്ചും ഏറ്റവും കൂടുതൽ ഇവിടെ മരണം നടക്കണം ആണ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ RTA കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മന്ത്രിയും ബാക്കി എല്ലാവരും കൂടി ഇടപെട്ടിട്ട് ഇവിടെ മറ്റേ ഇനി റോഡിൽ നിർത്താൻ പറ്റൂല, സെപ്പറേറ്റ് വാഹനങ്ങൾ ട്രെയിലർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേറെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് ആ വാഗ്ദാനം മാത്രമേ ഉള്ളൂ. ആ വാഗ്ദാനം പറഞ്ഞ് അടുത്ത വോട്ടും പിടിച്ച് MP ആയി MLA ആയി ഇപ്പോഴും അവർ സഹിക്കുന്നുണ്ട്. 4 വണ്ടിയുടെ ഉള്ള സ്ഥലത്ത് ഇട്ടാ അപ്പൊ ഫൈൻ മേടിക്കും. ഇപ്പൊ ഉണ്ടാക്കിയത് ആ പാടത്തിനോട് ഒരുപാട് പോലീസ് സ്റ്റേഷനുകാർ കാണിക്കുന്ന അനീതി നമുക്ക് നിർത്തലാക്കുക. അതിനോട് ചെയ്യാനൊരു പ്രതിഷേധം ഉള്ളൂ. അതായത് വാഹനങ്ങൾ മുഴുവൻ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയിട്ട് കൊടുക്കും. നിങ്ങൾ ഇനി പലയിടത്തും പോയി പെറ്റി അടിക്കാൻ വേറൊരു ബോട്ടിന്റെ മുന്നിൽ നിന്ന് ഇടണം. ഇപ്പൊ നമ്മൾ അറിഞ്ഞോടത്തറിഞ്ഞാട്ടോ നമുക്ക് കറക്റ്റ് സത്യാവസ്ഥ എനിക്കറിയില്ല. നമ്മുടെ വൈപ്പിനോട് അങ്ങനെ പോയി നമ്മളിവിടെ പോവാ. ആ സ്ഥലത്തിന്റെ പേരാണ് വൈപ്പിൻ പോയിട്ട് നമ്മൾ കയറുന്ന LNG അല്ലടാ, അപ്പുറം പോയി കയറുന്നില്ല. കൊടുങ്ങല്ലൂർ ഒരു പ്രമൂത്തൊന്നോ ആ വൈപ്പ് പോയിട്ടുള്ള മുനമ്പ വഴി. ആ വഴിക്ക് ഒരു 2 മാസം മുമ്പ് ഒരു വണ്ടി ആക്സിഡന്റ് ആയിരുന്നു. അതിനുശേഷം അത് കണ്ടെയ്നർ അടിച്ച അതിനുശേഷം ഒരു ടിപ്പർ അടിച്ച ഒരാൾ മരണപ്പെട്ടു. ഇപ്പൊ ആ വണ്ടി കൊണ്ട് വന്ന് നമുക്കത് NH ആണ് ശരിക്കും പറഞ്ഞ NH അല്ല മറ്റേ സംസ്ഥാന പാത, അത് സ്റ്റേറ്റ് ഹൈവേ. പക്ഷെ അതിലെ വണ്ടി ഇപ്പൊ നമുക്ക് പോകാൻ പാടില്ല. അതെന്നെ സംഭവം എന്ന് വെച്ചാൽ ടോളുകാർ, ഞാൻ അറിഞ്ഞ കേസാണ്, എനിക്ക് കറക്റ്റ് സത്യാവസ്ഥ എനിക്കറിയില്ല. ടോളുകാരായിട്ട് ഡെവലപ്പായിട്ട് ആൾക്കാരെ ഇറക്കിക്കാം. നമ്മളിപ്പോൾ അതിൽ പോകുമ്പോൾ ഒരു രാത്രി 10:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പോയി കഴിഞ്ഞാൽ 2 ടോള് നമുക്ക് ഒഴിവാക്കി കിട്ടും. ഒരു 600-300 രൂപ ലാഭം. എന്നാ വെച്ചാൽ ഏതാണ് ലാഭത്തിനേക്കാൾ ഡീസലിലാവും. ഇവിടെ ചവിട്ടി പിന്നെ ഒരു ബ്ലോക്ക് വന്നപ്പോൾ പോലീസുകാർ വന്ന് അതിലെ പോകാൻ പറഞ്ഞപ്പോൾ ഒറ്റ വണ്ടിക്കാർ പോകാൻ തയ്യാറായില്ല. ചേട്ടൻ പറഞ്ഞില്ലേ നമ്മ വണ്ടിയായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ചാടി പോകും. കാറിന് പോകുമ്പോ അത്ര നല്ല സസ്പെൻഷൻ ഉണ്ട്. എവിടെയുണ്ട് നടുവില്ല മിന്നും. നിങ്ങള് ഇതെനിക്ക് അറിയാവുന്നോണ്ടാണല്ലോ ഞാനിത് പറഞ്ഞത്. ഞാൻ പ്രേക്ഷകരോടായിട്ട് പറഞ്ഞതാണ്. ഈ ട്രെയിലർ വരുമ്പോ എന്റെ സൈഡിൽ നിന്ന് മാറിയിക്കണത്. അതല്ല, ഇവിടുന്ന് വല്ലാർപാടം ടെർമൽ, അതായത് ബോൾഗാട്ടി റൗണ്ട് വരെ, നമ്മുടെ ബോൾഗാട്ടി റൗണ്ട് വരെ 18 കിലോമീറ്റർ ഉള്ളൂ. ഈ 18 കിലോമീറ്റർ 1.5 മണിക്കൂർ വേണം അവിടെ ഓടിയെത്താൻ. 1.5 മണിക്കൂർ ചില വണ്ടി ഓടിയെത്തുന്നില്ല. നമ്മള് ലൈസൻസ് എടുത്ത് പുതിയതായിട്ട് വേണ്ടത് അവർക്ക് ഈ വണ്ടിയുടെ ബ്ലൈൻഡ് സ്പോട്ടാ അല്ലെങ്കിൽ ഇതൊന്നും അറിയാൻ പാടില്ല. നേരെ വണ്ടി കൂടെ നടന്നു പോകും. ഇത്രയും വലിയ വണ്ടികൾ ലൈസൻസ് എടുക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇത്ര നമ്മുടെ റോട്ടിൽ ഓടുന്ന വണ്ടികൾ ഇതിപ്പോ മധു പറഞ്ഞ കേസാണിത്. ഇതിപ്പം തെറ്റി വന്നതാ എനിക്ക്. ഇതുണ്ടോ, ഓവർടേക്ക് ചെയ്തതാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ വാഹനങ്ങളുണ്ട്, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലെ വര മാത്രം നമ്മൾ റൈറ്റ് സൈഡിൽ പിടിച്ച് പോകണു. ഓവർടേക്ക് ചെയ്തതാണെന്നുള്ളതിന് തെളിവില്ല. ഇത് ഏത് സ്ഥലത്തു നിന്ന് അടിച്ചാണെന്നോ ഒന്നും ഇതിനകത്ത് ഡീറ്റെയിൽസ് ഇല്ല. 5/10/2025 ഇവിടെ വാഹനങ്ങളുണ്ട് ലെഫ്റ്റ് സൈഡിൽ, ഞാൻ ഓവർടേക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് പുറകെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തായിരിക്കും. കാണിക്കില്ല, നമ്മൾ ഇത് എന്റെ പൈസ കട്ട് ചെയ്തു. എനിക്കൊരു രസകരമായ ഒരു കാര്യം പറയാനുള്ളത്, 1-2 പ്രാവശ്യം എന്റെ പെറ്റി അടിച്ചിട്ട് പിന്നെ എനിക്ക് എന്റെ അധ്വാനിക്കണം മുതൽ പോകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് പിടിക്കാൻ തുടങ്ങിയിട്ട് പിന്നത്തെ പണി കിട്ടിയ എനിക്ക് എന്താ അറിയോ, ഒരു ബൈക്കാരൻ വന്നിട്ട് എന്ത് ചെയ്തു, എന്റെ വണ്ടിയുടെ ഞാൻ അങ്ങനെ തിരിഞ്ഞിട്ട് വരുമ്പോ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്ന് അടിച്ച് അവൻ വീണിട്ട് അന്ന് എനിക്ക് നഷ്ടപ്പെട്ട 4500 രൂപ. അപ്പൊ ഞാനൊരു തീരുമാനം ഞാൻ എടുത്തു, ഞാൻ റൈറ്റ് സൈഡ് മാത്രമേ പോകും. എങ്ങനെ
അതായത് എനിക്ക് ലെഫ്റ്റ് സൈഡിൽ വണ്ടികളുടെ തടസ്സം ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡ് മാത്രമേ ഞാൻ പോകുള്ളൂ. ആ 1000 രൂപ കൊടുത്താൽ പോരെ. 4500 കൊടുക്കണ്ടല്ലോ അല്ലേ? അതിനുശേഷം നേരം എനിക്ക് പെറ്റും വന്നിട്ടില്ല. ഞാൻ റൈറ്റ് സൈഡ് മാത്രമേ പോവാറുള്ളൂ. ഓക്കെ, ഞാനും മുഖ്യമന്ത്രിയും കേരള പോലീസിലെ ഏമാമാരും ഫുഡ് കഴിക്കണമെങ്കിൽ ഇവരൊക്കെ വേണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പട്ടിണി കിടക്കും. കേരള പോലീസിലെ അനാവശ്യമായിട്ട് പെറ്റിയടിക്കുന്നവരും സത്യസന്ധരായ ഉദ്യോഗസ്ഥരും പട്ടിണി കടന്ന് ചാവുന്നതല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയി ഭക്ഷ്യധാന്യങ്ങളും എല്ലാം കൊണ്ടുവരേണ്ടി വരും. അതിനകത്തോട്ടുള്ള കാര്യങ്ങളിലേക്ക് നീക്കുപോക്കുണ്ടാക്കാതെ നേരെ ചൊവ്വ ഓടിക്കുന്നവർക്കും പൊതുഖജനാവ് നിറയ്ക്കാൻ വേണ്ടി പെറ്റിയടച്ചാൽ നാളെ മുതൽ ഞാനും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ കേരളത്തിലോടുന്ന 10 ലക്ഷം വാഹനങ്ങളും റോഡിലിറങ്ങിയില്ലെങ്കിൽ 2.5 കോടി ജനങ്ങളും പട്ടിണി കിടക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.